ഹലോ നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് CSS എങ്ങനെ നമ്മുടെ ഒരു വെബ് പേജിൽ CSS ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. CSS നമുക്കൊരു വെബ്സൈറ്റിൽ 3 വിധത്തിൽ ചേർത്ത് കൊടുക്കാം. ഒന്നാമത്തത് ഇൻലൈൻ CSS, അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് CSSലെ രണ്ടാമത്തെ മെത്തേഡായ ഇന്റേണൽ CSS എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, CSSന്റെ ഉപയോഗവും അതുപോലെ തന്നെ അത് എത്രത്തോളം നമുക്കൊരു വെബ്സൈറ്റിൽ സഹായമാകുന്നു എന്നതെല്ലാം നമുക്ക് ഒന്നുകൂടി അടുത്ത് മനസ്സിലാക്കാനും അതേപോലെ കൂടുതലായിട്ട് ഇന്ന് പല വെബ്സൈറ്റുകളിലും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇന്റേണൽ CSS. ഇത് എങ്ങനെ നമുക്കൊരു വെബ്സൈറ്റിൽ ചേർത്ത് കൊടുക്കാം എന്ന് നോക്കാം. ഇതേ ചെയ്ത പ്രോഗ്രാം നമുക്ക് ഒരു ഇന്റേണൽ CSSലേക്ക് മാറ്റി കൊടുക്കാമെന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്കൊരു ഇൻലൈൻ CSSൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമായി വരുന്നു, അതല്ലെങ്കിൽ എന്താണ് ഇന്റേണൽ CSS, നമുക്ക് ഇൻലൈൻ CSSനെ അപേക്ഷിച്ച് എന്താണ് ഇന്റേണൽ CSSനെ നമുക്ക് എളുപ്പമാക്കി മാറ്റുന്നു എന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ വന്നൊരു 3 H1 കൊടുക്കണം. H1 എന്ന് ചേർത്ത് കൊടുത്തു. വേർഡ് എന്താണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇതിന് നമ്മൾ ഇൻലൈൻ CSS ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റൈൽ എന്ന് ചേർത്തതിന് ശേഷം നമുക്കിതിന് കളർ എന്താണോ വേണ്ടത് അത് നമ്മൾ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ നമുക്ക് ഫോണ്ട് സൈസും നമുക്കിതുപോലെ ചേർത്ത് കൊടുത്തു. ഫോണ്ട് സൈസും നമ്മൾ എത്ര പിക്സലാണോ നമുക്കിതിന് ഫോണ്ട് സൈസ് വേണ്ടത് അതും ചേർത്ത് കൊടുത്തു. ഇതേ രൂപത്തിൽ നമുക്കൊരു 10 വേർഡ് നമുക്കിതിൻ്റെ താഴെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ തവണയും ഇതേ രൂപത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു 10 H1 നമ്മൾ 1 by 1 ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതേ രൂപത്തിൽ 1 by 1 ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും വരുന്നില്ല. കാരണം നമുക്കിത് 10 തവണ ഉപയോഗിക്കുകയാണെങ്കിലും ആ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതേ രൂപത്തിൽ തന്നെ എല്ലാത്തിൻ്റെയും സ്റ്റൈൽ നമ്മൾ 1 by 1 ആയിട്ട് ചേർത്ത് കൊടുക്കണം. എന്നാൽ ഈ പ്രശ്നം ഒഴിവാക്കാനും നമുക്ക് ടാഗുകൾക്ക് പെട്ടെന്ന് നമുക്ക് ഡിസൈനിങ് ചേർത്ത് കൊടുക്കാനും വേണ്ടിയാണ് നമ്മൾ ഇന്റേണൽ CSS ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്കൊരു ഇന്റേണൽ CSS ഉപയോഗിക്കാം, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, ഇന്നലെ നമ്മൾ പറഞ്ഞ അതേ പ്രോഗ്രാം തന്നെയാണ് നമ്മൾ ഇന്റേണൽ CSS വെച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇന്റേണൽ CSS ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതൊരു സ്റ്റൈൽ എന്ന ടാഗിലാണ് നമ്മളൊരു വെബ് പേജിൽ ഉപയോഗിക്കേണ്ട എല്ലാ CSSകളും ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റൈൽ എന്നൊരു ടാഗ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് ഞാനിപ്പോൾ CSSകൾ ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ ബോഡി എന്ന് ചേർത്ത് കൊടുത്തു. നമ്മൾ ബോഡീൻ്റെ ഉള്ളിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബോഡിക്ക് തന്നെ ആദ്യം തന്നെ നമുക്കൊരു ഇന്റേണൽ CSS ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബോഡി എന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എന്താണോ CSS വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ CSS നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ടെക്സ്റ്റ് അലൈൻമെൻ്റ് ആണ്. ടെക്സ്റ്റ് അലൈൻമെൻറ്റ് നമ്മൾ സെൻറ്റർ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ വന്ന് അപ്പോൾ ബോഡി എന്ന ടാഗിന് നമ്മൾ മുകളിൽ CSS ചേർത്ത് കൊടുത്തു. അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇനി H1 എന്ന ടാഗ് നമുക്ക് ചേർത്ത് കൊടുക്കാം. H1 എന്ന ടാഗ് ഞാൻ ഇതിന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ വന്ന് ഒരു വേർഡ് എന്താണെങ്കിൽ ഞാനിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിന് ഇനി നമുക്ക് CSS ചേർത്ത് കൊടുക്കാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ ബോഡി എന്ന ടാഗ് എഴുതിയതിന് നേരെ താഴെ നമുക്ക് എന്ത് ചെയ്യാം, H1 എന്ന ടാഗ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്കും നമുക്കിതിനും ഈ രൂപത്തിൽ CSS ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ H1 എന്ന ടാഗിന് നമ്മൾ ചേർത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന CSS ഫോണ്ട് കളറും അതേപോലെ തന്നെ ഫോണ്ട് സൈസുമാണ്. അപ്പോൾ കളർ എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. എന്താണോ ഇതിന് കളർ വേണ്ടത് അതും നമ്മൾ ചേർത്ത് കൊടുത്തു. അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഫോണ്ടിൻ്റെ സൈസും നമുക്കിതുപോലെ ചേർത്ത് കൊടുത്തു. ഫോണ്ട് സൈസ് ഒരു 100 പിക്സൽ ഞാൻ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെ ഞാൻ ഒരു പാരഗ്രാഫ് ടാഗാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാരഗ്രാഫിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് P എന്ന ടാഗ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്താണോ ടെക്സ്റ്റ് വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഞാനൊരു ടെക്സ്റ്റും ചേർത്ത് കൊടുത്തു. ഇനി ഈ പാരഗ്രാഫ് എന്ന ടാഗിന് നമുക്ക് CSS ചേർത്ത് കൊടുക്കാൻ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് P എന്ന ടാഗും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എന്താണോ ആവശ്യമായിട്ടുള്ള CSS കോഡ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതിന് ഈ പാരഗ്രാഫ് എന്ന ടാഗിന് ഞാൻ ഫോണ്ട് സ്റ്റൈലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫോണ്ട് സ്റ്റൈൽ എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ ഫോണ്ടിന് സ്റ്റൈൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഏതാണോ സ്റ്റൈൽ വേണ്ടത് അതും നമ്മൾ ചേർത്ത് കൊടുത്തു. ഇറ്റാലിക് എന്നും സ്റ്റൈൽ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴെ
HTML കോഡുകൾ മാത്രം ചെയ്ത് ഈ ടാഗിന് നമുക്ക് വേണ്ട CSS ചേർത്ത് കൊടുക്കാൻ, അതായത് സ്റ്റൈൽ എന്ന 2 ടാഗിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന CSSനെയാണ് നമ്മൾ ഇന്റേണൽ CSS എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ടാഗും നമ്മൾ മെൻഷൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിനെന്താണോ CSS ചേർത്ത് കൊടുക്കേണ്ടത് അത് നമ്മൾ ഈ രൂപത്തിൽ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇത് സേവ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വെബ് പേജ് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലായിരിക്കും നമുക്ക് കാണിച്ചു തരിക. നമ്മൾ കൊടുത്ത എല്ലാ ടെക്സ്റ്റുകളും സെൻറ്റർ അലൈൻമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫോണ്ടിൻ്റെ സൈസ് ഞാൻ ഒന്നുകൂടി കുറച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 50 സൈസിലേക്ക് ഞാനിത് മാറ്റി കൊടുത്തു. നമ്മൾ കൊടുത്ത ഫോണ്ടിൻ്റെ ഹെഡിങ് നമുക്കതിൻ്റെ മുകളിൽ CSSോട് കൂടി തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പാരഗ്രാഫ് എന്ന ടാഗും നമ്മൾ ഇതിൻ്റെ നേരെ താഴെയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഇതിൻ്റെ താഴെ വേറൊരു H1 കൂടി ചേർത്ത് കൊടുക്കുകയാണ്. H1 എന്ന് ചേർത്ത് കൊടുത്തു. ഇതിന് നമ്മൾ എന്താണോ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ടെക്സ്റ്റ് വേണ്ടത് അത് നമ്മൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് റൺ ചെയ്യിപ്പിക്കുമ്പോൾ നോക്കൂ, മുകളിൽ നമ്മൾ H1ന് ഏതാണോ നമ്മൾ ഡിസൈൻ ചെയ്ത അല്ലെങ്കിൽ ഏതാണോ നമ്മൾ CSS ചേർത്ത് കൊടുത്തത് അതേ CSS കോഡ് തന്നെ എന്തിനും വന്നിട്ടുണ്ട്. നമ്മൾ ഇനി വെബ് പേജിൽ എവിടെയൊക്കെ നമ്മൾ CSS ഉപയോഗിക്കുന്നതോ അതിനൊക്കെ നമുക്ക് അതേ സ്റ്റൈൽ തന്നെ അതിനും അപ്ലൈ ആയിട്ടുണ്ട്. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് ഡിസൈനിങ് ഒന്നുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്റേണൽ CSS എന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിനെ തുടർന്ന് ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച മെത്തേഡ് എലമെന്റ് സെലക്ടർ എന്ന മെത്തേഡാണ്. ഇതേ രൂപത്തിൽ തന്നെ ക്ലാസ് സെലക്ടർ അതേപോലെ തന്നെ ID സെലക്ടർ എന്നു 2 ഭാഗം കൂടി വരുന്നുണ്ട്. അത് നമ്മൾ തുടർന്ന് CSSന്റെ ക്ലാസ് ചെയ്യുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ എങ്ങനെ നമുക്ക് ഇന്റേണൽ CSS കൊടുക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. ഇതിൽ എലമെന്റ് സെലക്ടർ എന്ന മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഈ എക്സാമ്പിൾ ചെയ്തിട്ടുള്ളത്. ഇതേ രൂപത്തിൽ തന്നെ ID സെലക്ടറും അതേപോലെ തന്നെ ക്ലാസ് സെലക്ടർ എന്ന 2 മെത്തേഡ് കൂടി വരുന്നുണ്ട്. അത് നമ്മൾ CSS ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.